ഹലോ നമസ്കാരം, സൈലം BSc ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് നമ്മുടെ സുപ്രധാന നിയമങ്ങളിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. നമുക്ക് സുപ്രധാന നിയമങ്ങൾ, നമുക്ക് പൗരാവകാശ സംരക്ഷണ നിയമമുണ്ട്, അതേപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ തടയുന്ന നിയമമുണ്ട് അല്ലെ. അപ്പൊ ഈ രണ്ട് നിയമത്തിലും നമുക്ക് ഈ പറയുന്നതിലോട്ട് എന്താണ് ഈ പൗരാവകാശ സംരക്ഷണ നിയമം നോക്കുകയാണ്. നമുക്ക് ഈ പറയുന്ന തൊട്ടുകൂടായ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ അനാചാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും അതിന് ശിക്ഷകളെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയുന്ന നിയമത്തിൽ പട്ടികവർഗ വിഭാഗങ്ങളുടെ അതിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്, വിവിധ തരത്തിലുള്ള അതിക്രമങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ശിക്ഷയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഇന്നിവിടെ ഈ പറഞ്ഞുതരാൻ പോകുന്നത് ഈ പറയുന്ന കുറ്റങ്ങളും ശിക്ഷകളും എന്താണ് എന്നുള്ളതും ആ ശിക്ഷകൾ എന്ത് ശിക്ഷയാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളതുമാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. നമ്മുടെ മുമ്പും ഇതുമായി ബന്ധപ്പെട്ട് BSc ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി വരുന്ന പരീക്ഷകൾക്കും നമുക്ക് ചോദ്യങ്ങൾ നമുക്ക് വരാവുന്നത് ആണ്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് പൗരാവകാശ സംരക്ഷണ നിയമത്തിലേക്ക് നമുക്ക് പോകാം. അപ്പൊ പൗരാവകാശ സംരക്ഷണ നിയമം 1955 ആണ്. നമുക്കറിയാം, പൗരാവകാശ സംരക്ഷണ നിയമത്തിന് ആദ്യത്തെ പേര് തൊട്ടുകൂടായ്മ നിരോധന നിയമം എന്നായിരുന്നു. തൊട്ടുകൂടായ്മ നിരോധന നിയമം എന്നായിരുന്നു ആദ്യത്തെ പേര് അല്ലെ. നമുക്ക് ഭരണഘടനയിലെ ആർട്ടിക്കിൾ നമ്പർ 17 പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു 1955 തൊട്ടുകൂടായ്മ നിരോധന നിയമം നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്. ആർട്ടിക്കിൾ 17 പറയുന്നത് തൊട്ടുകൂടായ്മ നിരോധനം അല്ലെങ്കിൽ അയിത്ത നിർമ്മാർജ്ജനം എന്നൊക്കെയാണ് പറയുന്നത്. തൊട്ടുകൂടായ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനീതികളും അനാചാരങ്ങളും എല്ലാം നിരോധിക്കണം എന്നുള്ളതും അത് കുറ്റകരമാക്കണമെന്നും ശിക്ഷാർഹമാക്കണമെന്നാണ് ആർട്ടിക്കിൾ നമ്പർ 17 പറയുന്നത്. പക്ഷെ എന്താണ് തൊട്ടുകൂടായ്മ എന്നുള്ളതോ, തൊട്ടുകൂടായ്മയെ ബന്ധപ്പെട്ട അനീതികൾ എന്തൊക്കെയാണ്, അനാചാരങ്ങൾ എന്തൊക്കെയാണ്, കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണ്, ശിക്ഷ എന്താണ് എന്നുള്ളത് നമ്മുടെ ഭരണഘടന പറയുന്നുമില്ല താനും. അപ്പോൾ അത് ഈ പറയുന്ന 17 പറഞ്ഞിരിക്കുന്ന കാര്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് 55 തൊട്ടുകൂടായ്മ നിരോധന നിയമം കൊണ്ടുവന്നു. 1976 തൊട്ടുകൂടായ്മ നിരോധന നിയമത്തെ നമ്മൾ ഭേദഗതി ചെയ്ത് അതിന്റെ പേര് നമ്മൾ മാറ്റി പൗരാവകാശ സംരക്ഷണ നിയമം എന്നാക്കുകയും നമ്മൾ ചെയ്യുന്ന 1976. അപ്പോൾ പൗരാവകാശം എന്താണ് എന്നുള്ള ചോദ്യം നമ്മൾ ചോദിച്ചു. പൗരാവകാശം എന്ന് പറയുമ്പോൾ നമ്മൾ പൗരാവകാശ സംരക്ഷണ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 17 പറയുന്നത് പോലെ തൊട്ടുകൂടായ്മ നിരോധനം നടപ്പിലാക്കിയപ്പോൾ പൗരന്മാർക്ക് അതുവരെ ലഭിക്കാതിരുന്ന അവകാശങ്ങൾ എന്തെല്ലാമാണോ ആ അവകാശങ്ങളെ എല്ലാം നമുക്ക് എന്തെന്ന് നമുക്ക് വിളിക്കാം, പൗരാവകാശം എന്ന് വിളിക്കാം. ആർട്ടിക്കിൾ 17 പറയുന്നതിന് തൊട്ട് തൊട്ടുകൂടായ്മ നിരോധനം നടപ്പിലാക്കിയപ്പോൾ പൗരന്മാർക്ക് അതുവരെ ലഭിക്കാതിരുന്ന കുറെ അവകാശങ്ങൾ അവർക്ക് ലഭിച്ചു. ആ അവകാശങ്ങളെ നമുക്ക് എന്തെന്ന് വിളിക്കാം, പൗരാവകാശം നമുക്ക് വിളിക്കാം. ഓക്കെ, നമുക്ക് ഈ പറയുന്ന പൗരാവകാശ സംരക്ഷണ നിയമത്തില് നമ്മൾ പറയുന്ന കുറ്റങ്ങളും അതുമായി ബന്ധപ്പെട്ട ശിക്ഷകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് 3ാമത്തെ വകുപ്പാണ്. മൂന്നാമത്തെ വകുപ്പിൽ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മതപരമായ തൊട്ടുകൂടായ്മ നടപ്പിലാക്കുന്നതിനുള്ള ശിക്ഷയാണ്. മതപരമായിട്ടുള്ള തൊട്ടുകൂടായ്മ നടപ്പിലാക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ചുള്ള പറയുന്നതാണ് 3ാമത്തെ വകുപ്പ്. ശിക്ഷ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. 1 മാസത്തിൽ കുറയാത്തതും 6 മാസം വരെ ആകാവുന്നതുമായിട്ടുള്ള തടവാണ്. 1 മാസത്തിൽ ഏറ്റവും കുറഞ്ഞത് 1 മാസത്തെ തടവാണ്. അത് എത്ര മാസം വരെ നമുക്ക് നീട്ടാം, 6 മാസം വരെ നീട്ടാവുന്നതാണ്. കൂട്ടത്തിൽ നമുക്ക് എന്ത് ലഭിക്കും, പിഴയിൽ ലഭിക്കുന്നതായിരിക്കും. 100 രൂപയിൽ കുറയാത്തതും 500 രൂപയിൽ കൂടാത്തതുമായിട്ടുള്ള പിഴയും നമുക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇതാണ് മതപരമായിട്ട് തൊട്ടുകൂടായ്മയ്ക്കുള്ള ശിക്ഷ എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത വകുപ്പ് 4 നമ്മൾ വരികയാണെങ്കിൽ സാമൂഹ്യപരമായ തൊട്ടുകൂടായ്മ നടപ്പിലാക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ചാണ് പറയുന്നത്. സാമൂഹ്യപരമായ തൊട്ടുകൂടായ്മ നടപ്പിലാക്കുന്നതിനുള്ള ശിക്ഷ അവിടെ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ശിക്ഷ തന്നെയാണ്. 3 പറഞ്ഞ അതേ ശിക്ഷ തന്നെയാണ്. 1 മാസത്തിൽ കുറയാത്തതും 6 മാസത്തിൽ കൂടാത്തതുമായിട്ടുള്ള തടവ് ശിക്ഷയും 100 രൂപയിൽ കുറയാത്തതും 500 രൂപയിൽ കൂടാത്തതുമായിട്ടുള്ള പിഴ ശിക്ഷയായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. സെയിം തന്നെയാണ്, മാറ്റം ഒന്നും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു വകുപ്പ് എന്ന് പറയുന്നത് വകുപ്പ് 5 ആണ്. വകുപ്പ് 5 പറയുന്നത് തൊട്ടുകൂടായ്മയുടെ പേരിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആശുപത്രികളിൽ പ്രവേശനം നിഷേധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, തൊട്ടുകൂടായ്മയുടെ പേരിൽ ആശുപത്രിയിൽ എന്ത് ചെയ്യുന്നു, പ്രവേശനം നൽകുന്നില്ല, ആശുപത്രിയിലൊക്കെ പ്രവേശനം എന്ത് ചെയ്യാണ്, തടയുകയാണ്, വിസമ്മതിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെയും ശിക്ഷ സെയിം തന്നെയാണ്, മാറ്റമൊന്നുമില്ല. 1 മാസത്തിൽ കുറയാത്തതും 6 മാസത്തിൽ കൂടാത്തതുമാണ് തടവ് ശിക്ഷയും. 100 രൂപയിൽ കുറയാത്തതും 500 രൂപയിൽ കൂടാത്തതുമായിട്ടുള്ള പിഴ ശിക്ഷയായിരിക്കും നമുക്ക് ലഭിക്കുക. അപ്പൊ നമുക്ക് ഇതുവരെ പഠിച്ച 3, 4, 5 ഈ 3 വകുപ്പുകളിലും വിവിധ കുറ്റങ്ങളാണ് പറയുന്നെങ്കിൽ പോലും എല്ലാത്തിനുമുള്ള ശിക്ഷ എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. എല്ലാത്തിനും ശിക്ഷ നമ്മൾ എന്താണ്, സെയിം തന്നെയാണ് നമുക്കുള്ളത്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ 6ാമത്തെ വകുപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. 6ാമത്തെ വകുപ്പിൽ പറയുന്നത് ഈ തൊട്ടുകൂടായ്മയുടെ പേരിൽ സേവനങ്ങളോ സാധനങ്ങളോ എന്ത് ചെയ്യാണ്, വിൽക്കുന്നത് വിസമ്മതിക്കുകയാണ്. തൊട്ടുകൂടായ്മയുടെ പേരിൽ എന്ത് ചെയ്യുന്നു, സാധനങ്ങളാണെങ്കിലും സേവനങ്ങളാണെങ്കിലും നൽകുന്നതോ അല്ലെങ്കിൽ വിൽക്കുന്നതോ എന്താണ്, വിസമ്മതിക്കുകയാണ്. അത് കുറ്റകരമാണ് എന്ന് പറയുന്ന 6ാമത്തെ വകുപ്പിൽ. അവിടെയും ശിക്ഷയിൽ മാറ്റമൊന്നുമില്ല, സെയിം തന്നെയാണ്. 1 മാസത്തിൽ കുറയാത്തതും അതേസമയം 6 മാസത്തിൽ കൂടാത്തതുമായിട്ടുള്ള തടവ് ശിക്ഷയും
100 രൂപയിൽ കുറയാത്തതും 500 രൂപയിൽ കൂടാത്തതുമായിട്ടുള്ള പിഴ ശിക്ഷയായിരിക്കും ലഭിക്കുക. സെയിം തന്നെയാണ്, ഒരു മാറ്റവും എന്ത് ചെയ്യുന്നില്ല, നമുക്ക് വരുന്നില്ല. ഇനി 7ാമത്തെ വകുപ്പിലേക്ക് പറയുകയാണെങ്കിൽ 7ാമത്തെ വകുപ്പിൽ പറയുന്നത് തൊട്ടുകൂടായ്മയിൽ നിന്നുണ്ടാകുന്ന മറ്റു കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയെ കുറിച്ചാണ് പറയുന്നത്. തൊട്ടുകൂടായ്മയുടെ അനന്തരഫലമായിട്ട് മറ്റെന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് കുറ്റകരമാണ്. അതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പാണ് 7ാമത്തെ വകുപ്പ്. അവിടെ ശിക്ഷ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, മാറ്റമൊന്നുമില്ല. 1 മാസത്തിൽ കുറയാത്തതും 6 മാസത്തിൽ കൂടാത്തതുമായിട്ടുള്ള തടവ് ശിക്ഷയും 100 രൂപയിൽ കുറയാത്തതും 500 രൂപയിൽ കൂടാത്തതുമായിട്ടുള്ള പിഴ ശിക്ഷയായിരിക്കും. അപ്പൊ നമുക്ക് 3, 4, 5, 6, 7 ഈ പറഞ്ഞ എല്ലാ വകുപ്പുകളിലും കുറ്റങ്ങൾ വിവിധങ്ങളാണ്, പക്ഷെ ശിക്ഷകളെല്ലാം എന്താണ്, സെയിം ടു സെയിം തന്നെയാണ്, മാറ്റമൊന്നും നമുക്ക് വരുന്നില്ല. ഓക്കെ, ഇനി വകുപ്പ് 7.2 പറയുകയാണ്. 7.2 പറയുന്ന കാര്യം ഇത്രയുള്ള വലിയൊരു സ്റ്റേറ്റ്മെന്റ് ഒക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷെ സാധനം വളരെ സിമ്പിൾ ആണ്. അർഹതപ്പെട്ട അവകാശങ്ങൾ എന്ത് ചെയ്യാണ്, നിഷേധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ എന്താ പറഞ്ഞു നോക്കിയേ, തന്റെ കമ്മ്യൂണിറ്റിയിലോ വിഭാഗത്തിലോ ഉൾപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും അത്തരം കമ്മ്യൂണിറ്റിയിലോ വിഭാഗത്തിലോ അംഗമെന്ന നിലയിൽ അർഹതയുള്ള ഏതെങ്കിലും അവകാശമോ പ്രത്യേക അവകാശമോ എന്ത് ചെയ്യാണ്, നിഷേധിക്കുകയാണ്. അർഹതപ്പെട്ട അവകാശം നിഷേധിക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി ഈ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾക്കായി ഏതെങ്കിലും പ്രവൃത്തി ചെയ്ത് അയിത്തം ആചരിക്കാൻ വിസമ്മതിച്ച അടിസ്ഥാനത്തിൽ അയാളെ ജാതി ഭ്രഷ്ട് കൽപ്പിക്കുകയാണ്. തൊട്ടുകൂടായ്മ എന്നുള്ളതിന്റെ ഇതിൽ നമുക്കറിയാം എന്ത് ചെയ്യുന്നു, ഒരു അയിത്തം ആചരിക്കുന്നില്ല, ആ അയിത്തം ആചരിക്കാത്തതിന്റെ പേരിൽ അയാൾക്ക് എന്ത് ചെയ്യാണ്, ജാതി ഭ്രഷ്ട് കൽപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതും കുറ്റകരമാണ് എന്ന് പറയുന്നു. ഏത് വകുപ്പിലാണ്? 7.2 പറയുന്നത്. അപ്പോൾ ഈ അർഹതപ്പെട്ട അവകാശങ്ങൾ നിഷേധിക്കുകയാണെങ്കിലും ജാതി ഭ്രഷ്ട്, തൊട്ടുകൂടായ്മയുടെ പേരിൽ ജാതി ഭ്രഷ്ടും മറ്റും കൽപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ രണ്ടിനും ലഭിക്കുന്ന ശിക്ഷ ഒന്ന് തന്നെയാണ്. വകുപ്പ് 7.2 അതിനെക്കുറിച്ച് പറഞ്ഞ ശിക്ഷ എന്ന് പറയുന്നത് 1 മാസത്തിൽ കുറയാത്തതും 6 മാസത്തിൽ കൂടാത്തതുമായിട്ടുള്ള തടവ് ശിക്ഷയും 100 രൂപയിൽ കുറയാത്തതും 500 രൂപയിൽ കൂടാത്തതുമായിട്ടുള്ള പിഴ ശിക്ഷയുമായിരിക്കും. 100 രൂപയിൽ കുറയാത്തതും 500 രൂപയിൽ കൂടാത്തതുമായിട്ടുള്ള പിഴ ശിക്ഷയായിരിക്കും ലഭിക്കുന്നത്. ഇനി 7.1 വരികയാണ് എന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ നമ്പർ 17 പ്രകാരം തൊട്ടുകൂടായ്മ നമ്മൾ എന്ത് ചെയ്തു, നിർത്തലാക്കി. ആ തൊട്ടുകൂടായ്മ നിർത്തലാക്കിയപ്പോൾ നമ്മൾ ജനങ്ങൾ എന്ത് ചെയ്തു, അവർക്ക് കുറച്ച് അവകാശങ്ങൾ ലഭിച്ചു. ആ അവകാശങ്ങൾ അവർ എന്ത് ചെയ്തു, ആസ്വദിക്കുകയാണ്. അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ പ്രതികാര മനോഭാവത്തോട് കൂടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് കുറ്റകരമാണ് എന്ന് പറയുന്നു. 7.1 പറയുന്നു. ആർട്ടിക്കിൾ 17 പ്രകാരം തൊട്ടുകൂടായ്മ നിർത്തലാക്കിയതിന്റെ പേരിൽ തനിക്ക് ലഭിച്ച ഏതെങ്കിലും അവകാശം വിനിയോഗിച്ചതിന്റെ പ്രതികാരമായ ഏതെങ്കിലും വ്യക്തിയോ അല്ലെങ്കിൽ അയാളുടെ സ്വത്തിനോ ഇതര എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് ശിക്ഷ ലഭിക്കുമെന്ന് പറയുന്നു 7.1 എന്ത് ശിക്ഷയാണ് അവിടെ ലഭിക്കുന്നത്? അവിടെ ശിക്ഷയിൽ നമുക്ക് മാറ്റമുണ്ട്. ഇതുവരെ പറഞ്ഞതല്ല, 2 വർഷത്തിൽ കുറയാത്ത തടവ് ശിക്ഷയാണ്. 2 വർഷത്തിൽ കുറയാത്ത തടവ് ശിക്ഷയും കൂട്ടത്തിൽ എന്തും ലഭിക്കുന്നതായിരിക്കും, പിഴയും ലഭിക്കുന്നത് ആയിരിക്കും. ഇനി വകുപ്പ് 7.7 വരികയാണ്. തൊട്ടുകൂടായ്മ അടിസ്ഥാനത്തിൽ നിയമവിരുദ്ധമായി നിർബന്ധപൂർവ്വം എന്ത് ചെയ്യുന്നു, തൊഴിൽ ചെയ്യിപ്പിക്കുന്നു. നിയമവിരുദ്ധമായിട്ട് നിർബന്ധപൂർവ്വമായിട്ട് തൊഴിൽ ചെയ്യാനായിട്ട് എന്ത് ചെയ്യാണ്, നിർബന്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് കുറ്റകരമാണ് എന്ന് പറയുന്നു 7.7 പറയുന്നു. അവിടെ ശിക്ഷയിൽ നമുക്ക് മാറ്റം വരുന്നുണ്ട്. 1 മാസം 6 മാസം എന്ന രീതിയിലല്ല വരുന്നത്. അവിടെ നമുക്ക് 3 മാസത്തിൽ കുറയാത്തതും 6 മാസത്തിൽ കൂടാത്തതുമായിട്ട് തടവ് ശിക്ഷയും 100 രൂപയിൽ കുറയാത്തതും 500 രൂപയിൽ കൂടാത്തതുമായിട്ടുള്ള പിഴ ശിക്ഷയുമാണ് ലഭിക്കുന്നത്. 3 മാസം 6 മാസം തടവിന്റെ കാര്യത്തിലാണ് മാറ്റം വരുന്നത്. പക്ഷെ പിഴയുടെ കാര്യം സെയിം തന്നെയാണ്, 100 രൂപയും 500 രൂപയും തന്നെയാണ്. ഓക്കെ, ഇനി 10ാമത്തെ വകുപ്പിൽ പോകുന്നു. കുറ്റകൃത്യത്തിലുള്ള പ്രേരണയാണ്. കുറ്റകൃത്യത്തിലുള്ള പ്രേരണ. അപ്പൊ നോക്കണേ, ഈ നിയമത്തിന് കീഴിൽ ഏതെങ്കിലും കുറ്റകൃത്യത്തിന് ഏതെങ്കിലും ഒരാളെ പ്രേരിപ്പിക്കുന്നത് കുറ്റകരമാണ് എന്ന് പറയുന്ന വകുപ്പാണ് 10ാമത്തെ വകുപ്പ് പറയുന്നത്. അതിന് ശിക്ഷ എന്താണ് എന്നുള്ളത് നമ്മൾ 10ാമത്തെ വകുപ്പിൽ തന്നെ പറയുന്നുണ്ട്. ഈ നിയമപ്രകാരം ശിക്ഷാർഹമായ ഏതെങ്കിലും കുറ്റകൃത്യത്തിന് അന്വേഷണം മനഃപൂർവ്വമായിട്ട് അവഗണിക്കുകയാണ് എന്നുണ്ടെങ്കിലും അത് നമ്മൾ എന്തായിട്ട് തന്നെ കണക്കാക്കും, കുറ്റകൃത്യത്തിലുള്ള പ്രേരണയായിട്ട് തന്നെ കണക്കാക്കും. നോക്ക്, ഈ 2 പോയിന്റുകൾ നിങ്ങൾ പഠിച്ചിരുന്നോണെങ്കിൽ ഇത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാവുന്നതാണ്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ നോക്കണേ, കുറ്റകൃത്യത്തിനുള്ള പ്രേരണ നൽകുകയാണ്. നമ്മുടെ പൗരാവകാശ സംരക്ഷണ നിയമപ്രകാരമുള്ള ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്യാനായിട്ട് ആരെങ്കിലും പ്രേരിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ പ്രേരണ നൽകുന്ന ആൾക്ക് എന്ത് ശിക്ഷ ലഭിക്കുമെന്ന് അറിയാമോ? ആ പ്രേരണ മൂലം ആ ആള് എന്ത് കുറ്റകൃത്യമാണോ ചെയ്തത് ആ കുറ്റകൃത്യത്തിനുള്ള അതേ ശിക്ഷ തന്നെ ലഭിക്കും. അല്ലെങ്കിൽ എന്ത് കുറ്റകൃത്യം ചെയ്യാനാണോ പ്രേരിപ്പിച്ചത് അതിനുള്ള അതേ ശിക്ഷ തന്നെ എന്ത് ചെയ്യും, ലഭിക്കുന്നത് ആയിരിക്കും. അതാണ് നമ്മളിവിടെ പറയുന്നത്, ആ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ തന്നെ എന്ത് ചെയ്യും, ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ പൊതുസേവകൻ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ
ആ പൊതുസേവകൻ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനും പ്രേരണാ കുറ്റം ചെയ്തതായിട്ട് എന്ത് ചെയ്യാം, കണക്കാക്കാം. ആ കുറ്റത്തിനുള്ള പ്രേരണ നൽകിയതായിട്ട് കണക്കാക്കാം. കുറ്റകൃത്യത്തിനുള്ള പ്രേരണ നൽകിയതായിട്ട് കണക്കാക്കാം. ഏത് വകുപ്പിലാണ്? 10ാമത്തെ വകുപ്പിലാണ് പറയുന്നത്. നല്ലതുപോലെ പഠിച്ചിരിക്കണം. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാവുന്നതാണ്. ഇനി 11ാമത്തെ വകുപ്പിലേക്ക് പോകാം. കുറ്റകൃത്യം നമ്മൾ എന്ത് ചെയ്യാണ്, ആവർത്തിക്കുകയാണ്. കുറ്റകൃത്യം ആവർത്തിച്ചാലുള്ള പിഴയെ കുറിച്ചാണ് നമ്മൾ 11ാമത്തെ വകുപ്പിൽ നമ്മൾ പറയുന്നത്. അപ്പൊ അവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കേസിൽ ഇതിനകം ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ഈ നിയമത്തിന് കീഴിൽ കുറ്റകൃത്യമോ അത്തരം കുറ്റകൃത്യം പ്രേരണ നൽകുന്നതായ ആള് കുറ്റകൃത്യം വീണ്ടും ശിക്ഷിക്കപ്പെടുകയാണ് അല്ലെങ്കിൽ പ്രേരണ നൽകിയാൽ രണ്ടാമത്തെ കുറ്റകൃത്യത്തിന്, ഒരു വട്ടം ഒരു കുറ്റകൃത്യം ചെയ്തു, ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു, രണ്ടാമത് വീണ്ടും കുറ്റകൃത്യം ചെയ്യുകയാണ് അല്ലെങ്കിൽ രണ്ടാമത് വീണ്ടും കുറ്റം ചെയ്യാനായിട്ട് പ്രേരണ നൽകുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് 6 മാസത്തിൽ കുറയാത്തതും 1 വർഷത്തിൽ കൂടാത്തതുമായിട്ടുള്ള തടവ് ശിക്ഷയാണ് ലഭിക്കുന്നത്. പിഴയിൽ മാറ്റമുണ്ട്. 100 രൂപ എന്നുള്ളത് മാറി എത്രയായി? 200 രൂപയായി. പക്ഷെ പരമാവധി എന്തില്ല, മാറ്റമില്ല. അത് എത്ര തന്നെയാണ്? 500 രൂപ തന്നെയാണ്. അപ്പോൾ കുറ്റകൃത്യം വീണ്ടും ആവർത്തിക്കുകയാണ്, പ്രേരണാ കുറ്റം വീണ്ടും ആവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഏറ്റവും കുറഞ്ഞ 6 മാസമാണ്, പരമാവധി 1 വർഷത്തെ തടവാണ്. ഏറ്റവും കുറഞ്ഞ പിഴ 200 രൂപയാണ്, പരമാവധി 500 രൂപയാണ് പിഴ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി 3ാമത്തെ കുറ്റകൃത്യത്തിനോ അല്ലെങ്കിൽ അതിനുശേഷമുള്ള കുറ്റകൃത്യങ്ങൾക്ക്, ആദ്യം കുറ്റം ചെയ്തു, ശിക്ഷ അനുഭവിച്ചു, രണ്ടാമത് വീണ്ടും കുറ്റം ചെയ്തു, ശിക്ഷ അനുഭവിച്ചു, 3ാമത് വീണ്ടും കുറ്റം ചെയ്യുകയാണ് അല്ലെങ്കിൽ 4ാമത് വീണ്ടും കുറ്റം ചെയ്യുക, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 1 വർഷത്തിൽ കുറയാത്തതും 2 വർഷത്തിൽ കൂടാത്തതുമായിട്ടുള്ള തടവ് ശിക്ഷയും 500 രൂപയിൽ കുറയാത്തതും 1000 രൂപയിൽ കൂടാത്തതുമായിട്ടുള്ള പിഴ ശിക്ഷയാണ്. 3ാമതോ 4ാമതോ കുറ്റം ചെയ്യുകയാണെങ്കിൽ 1 വർഷത്തിൽ കുറയാത്തത് തടവ്, പരമാവധി 2 വർഷമാണ്. പിഴയിലെ മാറ്റമുണ്ട്. പിഴ എത്രയാണ്? 500 രൂപയിൽ കുറയാത്തതും 1000 രൂപയിൽ കൂടാത്തതുമായിട്ടുള്ള പിഴ ശിക്ഷയും ലഭിക്കുന്നത് ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ പൗരാവകാശ സംരക്ഷണ നിയമത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങളും ശിക്ഷകളും. ഇനി നമുക്ക് അടുത്തത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായുള്ള അതിക്രമങ്ങൾ തടയൽ നിയമത്തിലേക്ക് നമുക്ക് പോകാം. അപ്പൊ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ അതിക്രമങ്ങൾ തടയൽ നിയമത്തിനകത്ത് നമുക്ക് 3ാമത്തെ വകുപ്പ് നമ്മൾ പരീക്ഷയ്ക്ക് അതേപോലെ ചോദിച്ചിട്ടുണ്ട്. 3ാമത്തെ വകുപ്പ് അതിക്രമ കുറ്റങ്ങളെ കുറിച്ചാണ്. പട്ടികജാതി വിഭാഗങ്ങൾക്കെതിരായുള്ള അതിക്രമ കുറ്റങ്ങൾ ഏതൊക്കെയാണ് 3ാമത്തെ വകുപ്പ് പ്രകാരം എന്നുള്ള ചോദ്യം നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഈ പറയുന്ന അതിക്രമ കുറ്റങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. 3ാമത്തെ വകുപ്പിലാണ് അതിക്രമ കുറ്റങ്ങൾ, പട്ടികജാതി വിഭാഗങ്ങൾക്കെതിരായുള്ള അതിക്രമ കുറ്റങ്ങൾ കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? 3ാമത്തെ വകുപ്പാണ്. ഓക്കെ. അപ്പൊ അതിക്രമ കുറ്റങ്ങൾ നമ്മൾ പറയുന്നത് ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷണം എന്ത് ചെയ്യാണ്, അവരെയും കൊണ്ട് നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കുകയാണ്. ചീത്തയായ അഴുകിയ ഭക്ഷണങ്ങളൊക്കെ അവരെയും കൊണ്ട് നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കുന്നു, അതൊരു അതിക്രമ കുറ്റമായിട്ട് കണക്കാക്കുന്നു. ഇനി അവർക്ക് നിന്ദ്യമായിട്ടുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ പാഴ് വസ്തുക്കള് അവര് താമസിക്കുന്ന സ്ഥലത്തും മറ്റും കൊണ്ട് എന്ത് ചെയ്യാൻ നമ്മൾ നിക്ഷേപിക്കുകയാണ്, അതുപോലെ അവർക്കെതിരെ അതിക്രമ കുറ്റമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. അന്തസ്സിൽ ന്യൂനത വരുത്തുന്ന പ്രവർത്തികൾ, അവരുടെ അന്തസ്സിൽ ന്യൂനത വരുത്തുന്ന എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യുന്നു, അതും ഒരു അതിക്രമ കുറ്റമായിട്ട് കണക്കാക്കുന്നു. അവർക്ക് അവകാശപ്പെട്ട ഭൂമി എന്ത് ചെയ്യുന്നു, കൈമാറ്റം ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവർക്ക് അവകാശപ്പെട്ട ഭൂമി അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ്, അതൊരു കുറ്റകരമാണ്, അവർക്ക് അതിക്രമ കുറ്റമാണ്. സ്ഥലത്ത് നിന്ന് ബലം പ്രയോഗിച്ച് ഇറക്കി വിടുക, അവർ താമസ സ്ഥലത്ത് നിന്ന് അവരെ നിർബന്ധിച്ച് ബലം പ്രയോഗിച്ച് അവരെ ഇറക്കി വിടുകയാണ്. അവരെയും കൊണ്ട് നിർബന്ധിപ്പിച്ച് എന്ത് ചെയ്യാണ്, ജോലി ചെയ്യിപ്പിക്കുകയാണ്. നിർബന്ധിപ്പിച്ച് ജോലി ചെയ്യിപ്പിക്കുന്നതും അവർക്കെതിരാണ് അതിക്രമ കുറ്റമായിട്ട് കണക്കാക്കുന്നു. നിർബന്ധിച്ച് അവരെയും കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അവർ വോട്ട് ചെയ്യുന്ന അവരെ എന്ത് ചെയ്യാണ്, തടയുന്നതും എന്താണ്, അതിക്രമ കുറ്റമാണ്. അവർക്കെതിരെ വ്യാജ പരാതി നൽകുന്നതും അതിക്രമ കുറ്റമാണ്. ഏതെങ്കിലും തരത്തിലുള്ള അവഹേളനം നടത്തുകയാണ്, അവരെ അവഹേളിക്കുകയാണ്, കളിയാക്കുകയാണ്, അതും അവർക്കെതിരെ അതിക്രമ കുറ്റമാണ്. അവരുടെ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരെ അതിക്രമിക്കുന്നതും ഒരു അതിക്രമ കുറ്റമാണ്. അവരുപയോഗിക്കുന്ന വഴി തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ ജലാശയമോ നീരുറവകളോ മലിനമാക്കുന്നതും എന്താണ്, അതിക്രമ കുറ്റമായിട്ട് കണക്കാക്കുന്നു. അപ്പൊ ഈ 3ാമത്തെ വകുപ്പിൽ പറയുന്നതിന് കൂട്ട് അതിക്രമ കുറ്റം നടത്തുന്ന ഏത് വ്യക്തിക്കും ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് 3(1) പ്രകാരം അതിക്രമ കുറ്റങ്ങൾക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് 6 മാസത്തിൽ കുറയാത്തതും 5 വർഷം വരെ നീട്ടിയേക്കാവുന്നതായിട്ടുള്ള തടവും പിഴയുമാണ്. 3ാമത്തെ വകുപ്പിൽ പറയുന്നതിന് കൂട്ട് അതിക്രമ കുറ്റങ്ങൾ നടത്തുന്ന ഏതൊരു വ്യക്തിക്കാണെങ്കിലും ഏറ്റവും കുറഞ്ഞത് 6 മാസം, പരമാവധി 5 വർഷം തടവ് ശിക്ഷയാണ്. കൂട്ടത്തിൽ എന്ത് ലഭിക്കും, പിഴയും ലഭിക്കും. കൂട്ടത്തിൽ പിഴയും ലഭിക്കുന്നത് ആയിരിക്കും. ഓക്കെ. ഇനി നമുക്ക് അടുത്ത വകുപ്പിലേക്ക് പോകും. അടുത്ത വകുപ്പ് എന്ന് പറയുന്നത് 3(2) ആണ്. 3(2). അവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ അംഗമല്ലാത്ത ഏതെങ്കിലും ഒരാള്, പട്ടികജാതിയിലോ
പട്ടികവർഗ വിഭാഗത്തിലോ അംഗമല്ലാത്ത ഒരാള് എന്ത് ചെയ്യുകയാണ്? ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ വരുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും എതിരെ തെറ്റായിട്ടുള്ള തെളിവുകൾ നൽകുന്നു, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പരാതികൾ നൽകുന്നു, വ്യാജമായിട്ട് കെട്ടിച്ചമച്ചതായിട്ടുള്ള തെളിവുകളോ പരാതികളോ മറ്റോ നൽകുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ വരുന്ന ഒരാൾ എന്ത് ചെയ്യുന്നു? ശിക്ഷിക്കപ്പെടുന്നു. എന്ത് ശിക്ഷയ്ക്കാണ്? വധശിക്ഷ. എന്ത് ചെയ്യാണ്? വധശിക്ഷയ്ക്ക് ശിക്ഷിക്കപ്പെടുകയാണ്. ഓക്കെ, വധശിക്ഷയ്ക്ക് ശിക്ഷിക്കപ്പെടുകയാണ്. പക്ഷെ അവിടെ വധശിക്ഷ നടപ്പിലാക്കുന്നില്ല. പിന്നീടാണ് മനസ്സിലാകുന്നത് മറ്റു വിഭാഗത്തിൽ വരുന്ന ആൾ തെറ്റായിട്ടുള്ള പരാതിയാണ്, തെറ്റായിട്ടുള്ള വിവരമാണ്, വ്യാജമായിട്ടുള്ള കെട്ടിച്ചമച്ചതായിട്ടുള്ള തെളിവുകളോ വിവരങ്ങളോ പരാതികളോ ആണ് നൽകിയത് എന്ന് മനസ്സിലാവുമ്പോൾ ആ തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ വ്യാജമായിട്ടുള്ള പരാതികളും മറ്റും നൽകിയ ആൾക്ക് എന്ത് ലഭിക്കും? ശിക്ഷ ലഭിക്കും. എന്ത് ശിക്ഷയാണ് ലഭിക്കുന്നത്? ജീവപര്യന്തം തടവും പിഴയും ലഭിക്കുന്നതായിരിക്കും. ജീവപര്യന്തം തടവും പിഴയും ലഭിക്കുന്നത് ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ പറഞ്ഞേ? വധശിക്ഷ ലഭിക്കുന്ന കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുകയാണ് എന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതിന് ഉത്തരം നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. ഇനിയിപ്പോ നോക്കി, ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ വരാത്ത ഒരാള് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ വരുന്ന ഒരാൾക്ക് എതിരെ തെറ്റായിട്ടുള്ള പരാതി കൊടുക്കുന്നു, അല്ലെങ്കിൽ വ്യാജമായിട്ട് തെളിവുകൾ നൽകുന്നു, കെട്ടിച്ചമച്ചതായിട്ടുള്ള വിവരങ്ങളോ മറ്റോ നൽകുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ വരുന്ന ഒരാൾക്ക് വധശിക്ഷ വിധിക്കുകയും വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ പിന്നീടാണ് മനസ്സിലാകുന്നത് ഇത് തെറ്റായിട്ടുള്ള പരാതി ആര് നൽകിയത്, ആ തെറ്റായിട്ടുള്ള പരാതികൾ അല്ലെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു എന്ത് ചെയ്ത് പട്ടികജാതി വിഭാഗത്തിൽ വരുന്ന ആൾക്ക് വധശിക്ഷ ലഭിച്ചത് എന്ന് മനസ്സിലാകുന്നു, വധശിക്ഷ നടപ്പിലാക്കിയത് എന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ തെറ്റായിട്ടുള്ള പരാതി നൽകിയ ആൾക്ക് എന്ത് ശിക്ഷ ലഭിക്കും? ആ നിങ്ങൾ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യണം? ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വകുപ്പിലേക്ക് പോകാം. 4ാമത്തെ വകുപ്പാണ്. 4ാമത്തെ വകുപ്പിൽ പറയുന്നത് കർത്തവ്യങ്ങളിൽ ഉപേക്ഷ കാണിക്കുന്ന ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ്. നമ്മൾ ഉദ്യോഗസ്ഥര് അവരെന്ത് ചെയ്യുന്നില്ല? കൃത്യമായിട്ട് നടപടികൾ എടുക്കുന്നില്ല, അന്വേഷണം നടത്തുന്നില്ല, അവർ കൃത്യവിലോപം നടത്തുകയാണ്, കർത്തവ്യങ്ങൾ ഉപേക്ഷ കാണിക്കുകയാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ അംഗമല്ലാത്ത ഏതൊരു പൊതുപ്രവർത്തകരും ഈ നിയമത്തിലും അതിന്റെ കീഴിലുള്ള ചട്ടങ്ങൾക്ക് വിധേയമായി നിർവഹിക്കുന്ന ചുമതലകൾ മനഃപൂർവ്വം അവഗണിക്കുകയാണ്, കൃത്യവിലോപം നടത്തുകയാണ് ഉദ്യോഗസ്ഥർ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥർ ലഭിക്കുന്ന ശിക്ഷ 6 മാസത്തിൽ കുറയാത്തതും 1 വർഷം വരെ നീട്ടിയേക്കാവുന്ന തടവ് ശിക്ഷയാണ് ലഭിക്കുന്നത്. അപ്പൊ ഉദ്യോഗസ്ഥര് കൃത്യവിലോപം നടത്തുകയാണെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് 6 മാസ തടവ്. അത് എത്ര വർഷം വരെ നീട്ടാം? 1 വർഷം വരെ നീട്ടാവുന്നതാണ്. ഇനി 5ാമത്തെ വകുപ്പിൽ പറയുന്നു കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നതിനുള്ള ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ്. നമ്മള് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമപ്രകാരമുള്ള കുറ്റകൃത്യത്തിന് 1 വട്ടം ചെയ്തു, ശിക്ഷ അനുഭവിച്ചു, രണ്ടാമത് വീണ്ടും അതേ കുറ്റകൃത്യം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ശിക്ഷയാണ് ലഭിക്കുന്നത് എന്ന് പറയുന്നു. 1 വർഷത്തിൽ കുറയാത്തതും ആ കുറ്റകൃത്യത്തിന് വ്യവസ്ഥ ചെയ്തുള്ള ശിക്ഷയുടെ കാലത്തോളം നീട്ടിയേക്കാവുന്നതായിട്ടുള്ള തടവ് ശിക്ഷയും ലഭിക്കാവുന്നതാണ്. അപ്പൊ കുറ്റകൃത്യം ആവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ 1 വർഷത്തെ തടവാണ്. ഓക്കെ, അത് അല്ല എന്നുണ്ടെങ്കിൽ ആ കുറ്റകൃത്യത്തിന് എന്ത് ശിക്ഷയാണോ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ആ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന കാലത്തോളം നീട്ടിയേക്കാവുന്ന തടവ് ശിക്ഷയും ലഭിക്കുന്നത് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ പറയുന്ന പൗരാവകാശ സംരക്ഷണ നിയമവും പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമത്തിലും നമുക്ക് പ്രധാനമായിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് കുറ്റങ്ങളും ശിക്ഷകളും. നമുക്ക് വീണ്ടും ഇതേപോലെ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.